അബദ്ധത്തിൽ നിയന്ത്രണ രേഖ കടന്നതിന് പിടികൂടിയ ഇന്ത്യൻ സൈനികനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരവും തങ്ങൾക്ക് അറിയില്ലെന്ന് പാകിസ്ഥാൻ. ഇന്ത്യൻ സൈനികൻ എവിടെയാണെന്ന് പോലും അറിയില്ലെന്നും പാക് സൈന്യം ഇന്ത്യൻ സേനയെ അറിയിച്ചു. പാക് ദിനപത്രമായ ഡോൺ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇന്ത്യൻ സൈനികനെ പിടികൂടിയെന്ന് റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ 2 പാക് സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ മിന്നലാക്രമണം നടത്തിയതിനു പിന്നാലെ അബദ്ധത്തിൽ നിയന്ത്രണരേഖ കടന്നതിന് പിടികൂടിയ ഇന്ത്യൻ ജവാനെക്കുറിച്ച് ഇപ്പോൾ ഒരറിവുമില്ലെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. സൈനികൻ ഇപ്പോൾ എവിടെയെന്നും ആരുടെ പക്കലെന്നു പോലും അറിയില്ലെന്നുമായിരുന്നു പാക് മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ഇന്ത്യൻ DGMOയെ അറിയിച്ചത്. രാഷ്ട്രീയ റൈഫിൾസ് ജവാനായ മഹാരാഷ്ട്ര സ്വദേശി ചന്തു ബാബുലാലിന്റെ മോചനത്തിനായി എല്ലാവിധ ശ്രമങ്ങളും ശക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ സൈനികനെ വിട്ടു നൽകണമെന്ന് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ പാകിസ്ഥാനോട് വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പാക് സൈന്യം പുതിയ നിലപാട് അറിയിച്ചത്. അതേസമയം ഇന്ത്യൻ സൈനികനെ ഉച്ചയ്ക്ക് 1:30 തന്നെ ആയുധങ്ങളുമായി ചാമ്പ സെക്ടറിൽ നിന്ന് പിടികൂടിയിരുന്നെന്ന് 2 പാക് സൈനിക ഉദ്യോഗസ്ഥർ റോയിറ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ സൈനികനെ പിടികൂടിയെന്ന് പാക് സൈന്യം ആദ്യം സ്ഥിരീകരിച്ചതുമാണ്. ഈ സാഹചര്യത്തിൽ സൈനികന്റെ മോചനത്തിനായി ഇന്ത്യ നിലപാട് കടുപ്പിച്ചപ്പോഴാണ് പുതിയ നിലപാടുമായി പാകിസ്ഥാൻ രംഗത്ത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.